മാളികപ്പുറത്തമ്മയെ നേരിൽ കണ്ടാൽ അയ്യപ്പൻ ബലാത്സംഗ വീരനാകും. അധിക്ഷേപ പരാമർശവുമായിട്ട് ആക്ടിവിസ്റ്റ് സണ്ണി കപിക്കാട്. നീ സണ്ണിയല്ല, നീ വെറും ഒരു പണ്ണിയാണ്. നീ ആ പണ്ണിത്തരമാണ് ഈ പറഞ്ഞത്. അവൻ്റെ അമ്മയുടെ ഒരു ആക്ടിവിസ്റ്റ്. ഇപ്പൊ ചിലരെയോ ഇത് ജനം ടി വിയിൽ വന്ന വാർത്തയല്ല, ഇത് കള്ള വാർത്ത, നുണപ്രചരണമാണ്, സംഘികൾ പടച്ചു വിട്ടതാണ്, മറ്റാണ് മറിച്ചാണെന്ന്. ഇതൊക്കെ ജനം ടി വിയിലേ വരത്തുള്ളൂ. വേറെ ചാനലുകളൊന്നും ഇത്രയും വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യൂല. സ്വാഭാവികം, നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നില്ല. അപ്പൊ ഈ അഴുക്ക നായടമോന് പറഞ്ഞ വീഡിയോ ഉണ്ട്, അതോടെ ഒന്ന് കാണും. അത് കാണുമ്പോൾ മനസ്സിലാവും. അയ്യപ്പനോടെ ഉണ്ടല്ലോ മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാ നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കും. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. തന്തയ്ക്ക് ഉണ്ടായ പന്ന കഴിവേറി മോനെ, നിന്റെ തന്ത എന്ന് പറയുന്നവന് നിന്റെ തള്ള എന്ന് പറയുന്നവളെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം, ആ വികാരം നീ കൊണ്ടുവന്ന് ഇവിടെ അയ്യപ്പന്റെ മണ്ടലോട്ടിടരുത്. നിന്റെ തന്ത എന്ന് പറയുന്നവൻ നിന്റെ തള്ളയെ കണ്ട് ഉണ്ടായ ആ വികാരത്തിലൂടെയാണ് നീ ഉണ്ടായത്. അതാണ് നിനക്ക് ഇത്ര കഴപ്പ്. നിന്റെ തള്ളേനെ ബലാത്സംഗം ചെയ്തായിരിക്കും നിന്റെ തന്ത നിന്നെ ഉണ്ടാക്കിയത്. അതാണ് നിനക്ക് എല്ലാം നിനക്ക് അങ്ങനെ തോന്നുന്നത്. ആഴ്ക്ക നായട മോനെ, നിനക്ക് എത്ര തന്തയാടാ നിനക്ക്? നിന്റെ തന്തയുടെ പേര് ചോദിക്കുന്നതിൽ അർത്ഥമില്ല നിനക്ക്. നിനക്ക് എത്ര തന്തമാരുണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് പ്രശസ്തി. കാരണം ഒരു തന്തയ്ക്കുണ്ടാവാനല്ല നീ, അത് നീ ആദ്യം കണ്ടുപിടിക്കണം. നിനക്ക് എത്ര തന്തമാരുണ്ടെന്ന്, ആരൊക്കെയാണ് അവന്മാരെന്ന്, ആ ബലാത്സംഗ വീരന്മാർ ആരൊക്കെയാണെന്ന് നീ കണ്ടുപിടിക്കണം. ആഴ്ക്ക നായട മോനെ, സണ്ണി പണ്ണി. നിന്നെ പണ്ണി എന്ന് വേണം വിളിക്കാൻ. നീ സണ്ണിയല്ല, പണ്ണി ഉണ്ടാക്കിയതാണ് നിന്നെ. അതാണ് നിനക്ക് എത്ര പണ്ണിത്തരം നീ പറയുന്നത്. എടാ, അയ്യപ്പൻ എന്ന് പറഞ്ഞാല് അതെന്താ പറയാ, ജീവനുള്ള ദൈവമാണ്. അപ്പൊ അവിടെ തൊട്ട് കളിച്ചവന്മാരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമോ? എവിടൊക്കെ കുഴിയുണ്ടോ അതിലേക്കൂടെല്ലാം ചോര തൂറിക്കൊണ്ടിരിക്കുക. അയ്യപ്പനെ തൊട്ട് കളിച്ചവന്മാര്, അയ്യപ്പന്റെ മുതൽ കട്ടോണ്ടും കൊള്ളയടിച്ചോണ്ടും പോയവന്മാരല്ല, മാരുടെ എല്ലാം ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നില്ലേ? ചോര തൂറിച്ചാവും. അങ്ങനെ തൂറിക്കൊണ്ടിരിക്കുക. നിനക്കുള്ളതും അധികം വൈകാതെ തന്നെ നീയും തൂറും. നിന്റെ എവിടൊക്കെ കുഴിയുണ്ടോ അതിലേക്കുള്ള നീയും തൂറും. നീ ഈ പറഞ്ഞതിന് മാപ്പും പറയും. നീ കെട്ടും കെട്ടി 18 പടി ചവിട്ടി നീ മലയ്ക്ക് പോയി മാപ്പ് പറയും. അതിൻ്റെ ഉള്ള കാലം അത് ഉടനെ തന്നെ ഉണ്ടാവും. അഴുക്ക നായട മോനെ. ഇതൊക്കെ ഈ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ജനം ടി വി മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കിയുള്ള ചാനലുകളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യൂല. എന്താ അല്ലേ, കഷ്ടം.